ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായിട്ടുള്ള ഒരു തായ് ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം അവർ ഹൗസ്. സ്വന്തം സമ്പാദ്യം മുഴുവനും മുടക്കി ഒരു പുതിയ വീട് വാങ്ങുന്ന ദമ്പതികളുടെ കഥയാണിത്. എന്നാൽ ആ വീട്ടിലേക്ക് താമസം മാറുന്നതോടെയാണ് ആ വീടിന് ഭയാനകമായ ഒരു ഭൂതകാലം ഉണ്ടെന്നും അവിടെ വിനാശകാരിയായ ഒരു അമാനുഷിക ശക്തിയുണ്ടെന്നും അവർ തിരിച്ചറിയുന്നത്. തുടർന്ന് തങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ അവർ നടത്തുന്ന പോരാട്ടവും ആ വീടിന് പിന്നിൽ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുമാണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരാൾ തൂങ്ങി മരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ കാഴ്ച കണ്ട് നിലവിളിക്കുന്ന അവൻ്റെ ഭാര്യയുടെ ഭയാനകമായ ശബ്ദത്തോടെയാണ് മൂവിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത സീനിൽ രാത്രി വൈകിയുള്ള ഗോസ്റ്റ് റേഡിയോ എന്ന പ്രോഗ്രാമിലേക്ക് ഒരു അജ്ഞാതനായ വ്യക്തി ഫോൺ ചെയ്യുകയാണ്. തൻ്റെ യഥാർത്ഥ പേരോ വ്യക്തിത്വമോ അയാൾ വെളിപ്പെടുത്തുന്നില്ല. പകരം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അയാൾ ഈ റേഡിയോ പരിപാടിയിലൂടെ പറയാൻ തുടങ്ങുന്നത്. കഥ ആരംഭിക്കുന്നത് പിൻ എന്ന് പറയുന്ന ആളും അവൻ്റെ പ്രഗ്നൻ്റായ ഭാര്യ പാറ്റും അവരുടെ പുതിയ വീട്ടിലേക്ക് താമസിക്കാനായി വരുന്നതോടു കൂടിയാണ്. ഇവരാണ് നമ്മുടെ കഥയിലെ ഹീറോയിനും ഹീറോയും. ഇരുവരും ചേർന്ന് താമസിക്കാനായി ഒരു പുതിയ വീട് അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ വലിയ വീട് അവർ കാണുന്നത്. വീട് ഇത്രയും വലുതായിട്ടും വില വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വീട് വിൽക്കുന്നതെന്ന് സംശയം തോന്നുന്നെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഹീറോ ഈ വീട് വാങ്ങാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ ഹീറോയിൻ സന്തോഷത്തോടെ വീടിൻ്റെ ഓരോ മുറിയും ചുറ്റിക്കണ്ട് മേലത്തെ നിലയിലേക്ക് കയറി പോകുന്നു. മുകളിലത്തെ മുറിയിലെത്തിയ അവൾ അവിടുത്തെ വലിയ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. തൊട്ടടുത്തായുള്ള ഒരു വീട് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നിലത്ത് വിരിച്ചിരുന്ന പായയുടെ അടിയിൽ എന്തോ ഉള്ളതായി അവൾക്ക് തോന്നുകയാണ്. അവൾ ആ പായ പതുക്കെ മാറ്റി നോക്കി. അവിടെ നിലത്ത് ആരോ നഖം കൊണ്ട് ആഴത്തിൽ ഉരച്ചുണ്ടാക്കിയതുപോലുള്ള ഭയാനകമായ കീറലുകൾ. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തൂങ്ങി മരിച്ച ആ മനുഷ്യൻ വേദന കൊണ്ട് പിടയുമ്പോൾ നിലത്ത് നഖം കൊണ്ടുരച്ച പാടുകളായിരുന്നു അത്. ആ പോറലുകൾക്ക് നടുവിലായി ഊരിപ്പോയ ഒരു മനുഷ്യനഖവും അവൾ കണ്ടെത്തുകയാണ്. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ നഖം കയ്യിലെടുക്കുമ്പോൾ പെട്ടെന്ന് ഏജൻറ്റ് അവളുടെ തൊട്ടു പിന്നിൽ വന്നു നിന്ന് ഉറക്കെ സംസാരിച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് ഹീറോയിൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അതിവിടുത്തെ പഴയ ഉടമസ്ഥൻ വളർത്തിയിരുന്ന നായ മാന്തിയ പാടുകളാണ്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാമെന്ന് ഏജൻറ്റ് പറയുന്നു. ആ ഏജൻറ്റിൻ്റെ തിടുക്കവും പെരുമാറ്റവും അവളുടെ ഉള്ളിൽ വലിയ സംശയങ്ങളുണ്ടാക്കി. അല്പസമയത്തിന് ശേഷം വീടിൻ്റെ കരാർ പത്രത്തിൽ ഒപ്പിട്ട് നൽകിയപ്പോൾ ഏജൻറ്റ് അവരോട് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഈ കോളനിയിലുള്ള എല്ലാവരും സ്വന്തം സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരുടെയും കാര്യത്തിൽ ഇടപെടാനോ അയൽക്കാരോട് സംസാരിക്കാനോ പോകരുത്. ഇവിടുത്തെ സെക്യൂരിറ്റി ഇവിടെ എപ്പോഴും കാവലുണ്ടാവും. നിങ്ങൾ വേസ്റ്റ് കളയാൻ മാത്രം പുറത്തേക്ക് പോയാൽ മതി. ഏജൻറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പോകാൻ നേരം ഹീറോയിൻ വീണ്ടും അവരുടെ തൊട്ടടുത്ത ആ വീട്ടിലേക്ക് നോക്കുകയാണ്. ജനലിലൂടെ ഒരു സ്ത്രീ നിന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവളെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴേക്കും ആ സ്ത്രീ അകത്തേക്ക് മറയുകയാണ്. അവരവിടുന്ന് വണ്ടിയെടുത്ത് പോയതും അവരുടെ വീടിൻ്റെ എതിർവശത്തുള്ള ഒരു വയസ്സായ സ്ത്രീ പുറത്തേക്ക് വരുന്നു. ഭയത്തോടെയും അസ്വസ്ഥതയോടെയും അവരെ ഹീറോ വാങ്ങിയ വീട്ടിലേക്കും തൊട്ടടുത്ത ആ വീട്ടിലേക്കും മാറി മാറി നോക്കി നിൽക്കുകയാണ്. അടുത്തതായി പുതിയ വീട്ടിലെ ദോഷങ്ങളെല്ലാം മാറി സമാധാനം കിട്ടാനായി ഹീറോയും ഹീറോയിനും അവളുടെ അമ്മയും ചേർന്ന് ഒരു പൂജാരിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. ആ വലിയ വീടിൻ്റെ ഓരോ മൂലയിലും പൂജാരി മന്ത്രങ്ങൾ ജപിച്ച് പുണ്യതീർത്ഥം തെളിച്ചു നടക്കുന്നു. മുകളിലത്തെ നിലയിലെ മുറികളിലെല്ലാം തീർത്ഥം തെളിച്ച ശേഷം പൂജാരി പടിയിറങ്ങി താഴേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്നത് പോലെ തോന്നുകയാണ്. ശക്തമായി ചുമച്ചുകൊണ്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട ഹീറോയിന് കാര്യങ്ങൾ അത്ര നോർമലല്ലെന്ന് തോന്നി തുടങ്ങുന്നു. അടുത്തതായി ഹീറോയിനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. കാരണം ഈ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് അവരുടെ കുഞ്ഞിനെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹീറോയിനെ പറഞ്ഞു വിടുന്നത്. അടുത്തതായിട്ട് വീട് പുതുക്കി പണിയാനായി ഹീറോ കുറച്ച് പണിക്കാരെ കൂട്ടി വീട്ടിലെത്തുന്നു. വീട്ടിൽ ജോലി ചെയ്യാനെത്തിയ ഒരാൾ ഹീറോയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈ വീടിന് എതിർവശത്തുള്ള വീട്ടിൽ എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന്. ഹീറോ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത്
ഞങ്ങൾ പുറത്തുനിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർവശത്തെ വീട്ടിലെ ഒരു വയസ്സായ സ്ത്രീ അവരെ കണ്ടിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ നോക്കുകയും ഇവിടെ നിന്ന് പോകാൻ അലറുകയും ചെയ്തു എന്നാണ്. ഹീറോ അത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ഒരുപക്ഷെ അവരിവിടെ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കാം ആ സ്ത്രീ ദേഷ്യപ്പെട്ടതെന്ന് ഹീറോ കരുതുന്നു. പക്ഷേ കൂടിയിട്ടായിരുന്ന മറ്റൊരു വർക്കർ പറയുന്നത് ആ സ്ത്രീയെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ശരിയല്ലാത്ത ഫീൽ തോന്നിയെന്നാണ്. ജോലിക്കാർ പോയതിനു ശേഷം റോഡരികിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സെക്യൂരിറ്റിയെ ഹീറോ കാണുന്നു. അയാളോട് സഹതാപം തോന്നിയ ഹീറോ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് സമാധാനമായി കഴിച്ചോളൂ എന്ന് പറയുന്നു. പക്ഷേ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവിടെ ആരുമില്ലെന്ന് ഹീറോ മനസ്സിലാക്കുന്നത്. പകരം നിലത്ത് ഭക്ഷണവും വെള്ളവും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ആരോ പൂജ ചെയ്തിരിക്കുന്നത് പോലെ കുറച്ച് സാധനങ്ങളും കാണുന്നു. അപ്പോഴാണ് ഹീറോ തിരിഞ്ഞു നോക്കുന്നത്. അവൻ്റെ തൊട്ടുപിന്നിൽ ആ വയസ്സായ സ്ത്രീ നിൽക്കുന്നു. ഹീറോ വിനയത്തോടെ താൻ ഇവിടെ പുതിയതായി താമസിക്കാൻ വന്നതാണെന്ന് അവരോട് പറയുന്നു. പക്ഷേ ആ സ്ത്രീ ഒന്നും പറയാതെ ദേഷ്യത്തോടെ തൻ്റെ വീട്ടിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അന്ന് രാത്രി ഹീറോയിനുമായി വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഹീറോ വയസ്സായ സ്ത്രീയെക്കുറിച്ച് പറയാണ്. അവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഹീറോയിനും അവരെ കാണണമെന്ന് തോന്നുകയാണ്. ഹീറോ ഫോൺ ക്യാമറ ആ സ്ത്രീയുടെ വീടിന് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ കാണുന്നത് വിചിത്രമായ ഒരു കാര്യമാണ്. ആ സ്ത്രീ അവിടെ എന്തോ വിചിത്രമായ റിച്വൽ ചെയ്യുകയാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുന്നു. ഹീറോയ്ക്കും അതറിയില്ല. അവരിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതൊക്കെ നിർത്താനായിട്ട് ഹീറോയോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ സ്ത്രീ പെട്ടെന്ന് ഹീറോയ്ക്ക് നേരെ കൈ ചൂണ്ടി കാണിക്കുകയാണ്. ഇത് കണ്ട് ഹീറോ പേടിച്ച് പിന്നോട്ട് മാറുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോ വീണ്ടും ക്യാമറ തൻ്റെ ഭാഗത്തേക്ക് തിരിക്കുന്നു. അപ്പോഴാണ് അവൻ്റെ പിന്നിൽ ഒരു നിഴൽ രൂപം ഒരു നിമിഷത്തേക്ക് കാണുന്നത്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ ഹീറോ താൻ ടേബിളിൻ്റെ സൈഡിൽ ഇടിച്ചതാണെന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹീറോയിൻ ഒടുവിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാണ്. ഹീറോയിനെ സർപ്രൈസ് ചെയ്യാനായിട്ട് ഹീറോ ഇതിനകം തന്നെ അവരുടെ കുഞ്ഞിനായിട്ട് ഒരു മനോഹരമായ റൂം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ റൂം കാണിച്ചു കൊടുക്കുമ്പോൾ ഹീറോ തൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ഹീറോയിനോട് പറയുന്നു. ജനിച്ച ദിവസം മുതൽ തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു വീടുണ്ടായിരുന്നില്ല. അമ്മയുടെ കൂടെ ഒരുപാട് റെൻറ്റഡ് ഹൗസ് മാറി മാറി താമസിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോഴും അവൻ്റെ അമ്മ താമസിക്കുന്നത് സ്വന്തം വീട്ടിലല്ല. അതുകൊണ്ട് തന്നെ ഈ വീട് ഹീറോയ്ക്ക് വെറും ഒരു ബിൽഡിംഗ് ആയിരുന്നില്ല. ഇത് നമ്മുടെ സ്വന്തം വീടാണ് എന്നൊരു വലിയ സന്തോഷമായിരുന്നു അവന്. അടുത്ത ദിവസം ഹീറോയിൻ വേസ്റ്റ് പുറത്ത് കളയാനായിട്ട് കോമൺ ബിന്നിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് മറ്റൊരു കൈ അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. ഹീറോയിൻ ഞെട്ടി മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ട് കാണുന്നത്. വീട്ടിലെത്തിയ ഹീറോയിൻ വളരെ സന്തോഷത്തോടെ ഹീറോയോട് പുറത്ത് കണ്ട ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നു. അവൾ വളരെ സുന്ദരിയും നല്ല പെരുമാറ്റമുള്ളവളുമാണെന്ന് പറയുന്നു. മാത്രമല്ല ആ സ്ത്രീ ഹീറോയിന് ഒരു ഫ്രൂട്ട് കേക്ക് പോലും കൊടുത്തിട്ടുണ്ട്. അയൽക്കാരുമായി ഇങ്ങനെ സംസാരിക്കുന്നത് പ്രശ്നമുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ സൗഹൃദപരമായി പെരുമാറുന്നതിൽ കുഴപ്പമില്ലെന്നാണ് ഹീറോ പറയുന്നത്. പക്ഷേ എതിർവശത്തെ ആ വയസ്സായ സ്ത്രീയെക്കുറിച്ച് മാത്രം ഹീറോയ്ക്ക് ഇപ്പോഴും എന്തോ സംശയമുണ്ട്. ഇതിൻ്റെ പിന്നിലെ സത്യമറിയാൻ ഹീറോ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ വീണ്ടും വിളിക്കുന്നു. ഈ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്ന ആളുമായി സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പെർമിഷൻ ഇല്ലാതെ അവരുടെ വിവരങ്ങൾ നൽകാൻ കഴിയില്ലെന്നാണ് ഏജന്റ് പറയുന്നത്. എന്നാൽ എതിർവശത്തെ വയസ്സായ സ്ത്രീയുമായി മുൻ ഉടമകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് ഹീറോ ചോദിക്കുന്നു. അതോടൊപ്പം വീടിന് മുന്നിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് കാണാതാവുകയും ചെയ്യുന്ന സെക്യൂരിറ്റിയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഏജന്റ് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി ഗാർഡിൻ്റെ കാര്യത്തിൽ അവിടുത്തെ ഓഫീസിൽ പോയോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഹെഡിനോടോ അന്വേഷിക്കാനാണ് ഹീറോയോട് പറയുന്നത്. അങ്ങനെ ഹീറോ സെക്യൂരിറ്റി ഓഫീസിലെത്തി താൻ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നു. അവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസർ ഹീറോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു. അവസാനം അയാൾ പറയുന്ന കാര്യം കേട്ട് ഹീറോ ശരിക്കും ഞെട്ടിപ്പോവാണ്. ഒരിക്കൽ ഹീറോയുടെ വീടിൻ്റെ സമീപം ഒരു സെക്യൂരിറ്റി ഉറക്കത്തിൽ മരിച്ചിട്ടുണ്ടത്രേ. അതിനുശേഷം രാത്രിയിൽ ഈ പ്രദേശത്ത് ഇടയ്ക്കിടെ സൈക്കിളിൻ്റെ ബെൽ ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങി. ആത്മാവിനെ ശാന്തമാക്കാൻ പലതരത്തിലുള്ള റിച്വൽ നടത്തിയെങ്കിലും ആ ആത്മാവ് ഈ സ്ഥലം വിട്ടു പോകാൻ തയ്യാറായില്ല. ഇതേ സമയം വീട്ടിലുള്ള ഹീറോയിൻ അവരുടെ വീടിന് പുറത്തായി ഒരു സെക്യൂരിറ്റി നിൽക്കുന്നത് കാണുന്നുമുണ്ട്. ഇതിൻ്റെ പിന്നാലെ മറ്റൊരു രഹസ്യവും സെക്യൂരിറ്റി ഹീറോയോട് പറയുന്നു. നിങ്ങളുടെ വീടിന് എതിർവശത്ത് താമസിക്കുന്ന വയസ്സായ സ്ത്രീ ആ ആത്മാവിനെ ശാന്തമാക്കാൻ സ്ഥിരമായി ഭക്ഷണവും മറ്റു വഴിപാടുകളും പുറത്തു വയ്ക്കാറുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രദേശത്ത് കാര്യങ്ങൾ കുറച്ചെങ്കിലും ശാന്തമായത്. പക്ഷേ
ഇപ്പോഴും തൻ്റെ വീടിന് പുറത്ത് ആ സൈക്കിൾ ബെല്ല് കേൾക്കുന്നുണ്ടെന്ന് ഹീറോ പറയുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഒരു പ്രത്യേക മുന്നറിയിപ്പ് നൽകുകയാണ്. ആ സ്ത്രീ നടത്തുന്ന റിച്വലിൽ ഒരിക്കലും ഇടപെടരുത്. അത് ചെയ്താൽ പിന്നീട് എന്ത് സംഭവിച്ചാലും തനിക്ക് ഉത്തരവാദമില്ലെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഹീറോ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. കോപത്തോടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഹീറോ ആ സ്ത്രീ വെച്ചിരുന്ന വഴിപാടുകളെടുത്ത് ഗാർബേജ് ബിന്നിലേക്ക് വലിച്ചെറിയാണ്. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു വസ്തു മാത്രം എത്ര ശ്രമിച്ചിട്ടും അനങ്ങുന്നില്ല. അപ്പോഴാണ് സൈക്കിളിൻ്റെ ബെല്ല് വീണ്ടും മുഴങ്ങുന്നത്. ഹീറോ വീണ്ടും ആ വസ്തു വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഗാർബേജ് ബിൻ സ്വയം അടയുന്നു. വീണ്ടും സൈക്കിൾ ബെൽ. അതോടെ നേരത്തെ കണ്ട സെക്യൂരിറ്റിയുടെ രൂപവും പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ടും ഹീറോ പിന്മാറുന്നില്ല. ഒടുവിൽ ഹീറോ ആ വസ്തു പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. അതേസമയം സെക്യൂരിറ്റിയുടെ രൂപം അവിടെ നിന്നും മറഞ്ഞു പോകുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഹീറോ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോഴാണ് ആ സ്ത്രീ അവിടേക്ക് എത്തുന്നത്. പൂജാ സാധനങ്ങൾ ഹീറോ എടുത്തു മാറ്റിയത് കണ്ടതോടെ നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ച് അവൾ ഹീറോയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഹീറോ അവിടെ നിന്നും വേഗം വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. അടുത്ത ദിവസം ഹീറോയിൻ ഒരു സന്തോഷ വാർത്തയുമായി ഹീറോയുടെ അടുത്തേക്ക് എത്തുന്നു. അവള് അയൽക്കാരിയെ ഡിന്നറിന് ക്ഷണിച്ചിരുന്നു. അവൾ തീർച്ചയായും വരുമെന്നാണ് ഹീറോയിൻ പറയുന്നത്. അവർ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് എഴുന്നേറ്റ് റിമോട്ട് ഹീറോയ്ക്ക് നേരെ എറിയുന്നു. ഹീറോയുടെ മൂക്കിന് പരിക്കേൽക്കുന്നു. മൂക്കിൽ നിന്ന് രക്തവും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ പറയുന്നത് അവൾക്കൊന്നും ഓർമ്മയില്ല എന്നാണ്. ഹീറോ ഒന്നും മനസ്സിലാകാതെ അവൾക്ക് മൂഡ് സ്വിംഗ് സഹായിക്കുമെന്ന് കരുതി വിഷയം തട്ടിക്കളയുന്നു. അടുത്തതായി ഹീറോയിൻ അടുക്കളയിൽ പച്ചക്കറി അരിയുന്നതായി കാണിക്കുന്നു. പക്ഷേ അവൾ എന്തോ ആലോചിച്ച് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയതുപോലെ തോന്നുകയാണ്. അതിനിടയിൽ സിങ്കിൽ വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. ഹീറോ വേഗം അവിടെ വന്ന് ടാപ്പ് അടയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് വെള്ളത്തിനുള്ളിൽ മുടിയിഴകൾ കിടക്കുന്നത് അവൻ കാണുന്നത്. അത് പുറത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ സിങ്ക് സ്ട്രെയിനർ പോലും പുറത്തേക്ക് വരുന്നു. ക്യൂരിയോസിറ്റി കൊണ്ട് വെള്ളം പോകുന്നതിൻ്റെ ഉള്ളിലേക്ക് ഹീറോ നോക്കുകയാണ്. അവിടെ നിന്ന് ഒരു കണ്ണ് തന്നെ നോക്കുന്നത് പോലെ അവന് തോന്നുന്നു. അതേസമയം ഹീറോയിൻ സ്വന്തം നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ പച്ചക്കറി അരിഞ്ഞ് അവളുടെ കൈ തന്നെ കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഹീറോ ഉടൻ തന്നെ അവളെ തടയുന്നുണ്ട്. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ഹീറോയിൻ കരയുന്നു. ഹീറോ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ക്ഷീണം കൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞ് അവളെ വിശ്രമിക്കാനായിട്ട് അയക്കുന്നു. പക്ഷേ ആ രാത്രി ഹീറോ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ മുകളിലേക്ക് പതുക്കെ കുറച്ച് മുടിയിഴകൾ തൂങ്ങി വരികയാണ്. ആദ്യമത് ഹീറോയിനാണെന്ന് കരുതിയ ഹീറോ മുകളിലേക്ക് നോക്കുന്നു. അപ്പോഴാണ് അവൻ്റെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നുന്ന കാഴ്ച കാണുന്നത്. തലകീഴായി ഒരു സ്ത്രീയുടെ പ്രേതരൂപം അവൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇരുട്ടിൽ തൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് 2 കൈകൾ കൊണ്ടും കഴുത്ത് മുറുക്കി ഞെരിക്കുന്ന ഒരു ഭയാനകമായ രൂപത്തെ കണ്ട് അവൻ ജീവനു വേണ്ടി പിടയുന്നു. ആ രൂപം പെട്ടെന്ന് ഹീറോയിൻ്റേതുപോലെയായി മാറുന്നു. സകല ശക്തിയുമെടുത്ത് ഹീറോ അതിനെ തള്ളിയിടുകയാണ്. സ്വബോധം തിരിച്ചു വന്ന ഹീറോയിൻ കരഞ്ഞുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ഹീറോയോട് ചോദിക്കുന്നു. അടുത്ത സീനിൽ അവർ കാത്തിരുന്ന അയൽക്കാരി ഡിന്നറിന് എത്തുകയാണ്. ഹീറോയിൻ വാതിൽ തുറക്കാനായിട്ട് പോകുന്നു. പക്ഷേ പുറത്താരുമില്ല. ആരോ പുറത്ത് നിൽക്കുന്ന നിഴല് ഹീറോയിൻ കണ്ടിരുന്നു. ഹീറോയിൻ തിരിച്ച് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അയൽക്കാരി അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. ആ സ്ത്രീ വിചിത്രമായി വിറയ്ക്കാനായിട്ട് തുടങ്ങുന്നു. എന്നിട്ടും അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് ഭക്ഷണം കിട്ടാത്തതുപോലെയാണ് അവളുടെ പെരുമാറ്റം. പെട്ടെന്ന് അവൾ ഭക്ഷണത്തിലേക്ക് രക്തം തുപ്പുന്നു. ഹീറോയിൻ ഞെട്ടിപ്പോവാണ്. അതിലും ഭയപ്പെടുത്തുന്ന കാര്യം അവളുടെ പല്ലുകൾ ഓരോന്നായി താഴേക്ക് അടർന്നു വീഴുന്നതാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്കും എന്തോ സംഭവിക്കുന്നു. ഹീറോയും പ്രേതബാധ ഏറ്റതുപോലെ പെരുമാറാനായിട്ട് തുടങ്ങുന്നു. അയൽക്കാരിയായ സ്ത്രീ പെട്ടെന്ന് തല അസ്വാഭാവികമായി തിരിച്ച് ഹീറോയിന് നേരെ വരുന്നു. ഹീറോയിൻ ഭയന്ന് പിന്നോട്ട് പോകുമ്പോൾ അവളുടെ വയറ്റിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവള് നിലത്തേക്ക് വീഴുകയാണ്. പ്രേതം അവളുടെ അടുത്തേക്ക് ഇഴഞ്ഞെത്തുന്നു. അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നു. പക്ഷേ അവൾ കാണുന്നത് മറ്റൊരു ഭയാനകമായ കാഴ്ചയായിരുന്നു. ഹീറോ അവൻ്റെ നിയന്ത്രണമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ ഗോസ്റ്റ് എങ്ങനെയാണോ ഹീറോയിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചത് അതുപോലെ തന്നെ ഹീറോയിൻ്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ അവനെ തള്ളി മാറ്റുകയാണ്. പിന്നീട് സ്വന്തം കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അവൾ ഉറപ്പുവരുത്തുന്നു. ഹീറോ അടുത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ ഒരു കത്രികയൊക്കെ എടുത്ത് അവനെ അടുത്തേക്ക് വരാത്ത രീതിയിൽ തടഞ്ഞു നിർത്തുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ഇരുവരും ശാന്തരാവുകയാണ്. ഇത് സാധാരണ ഒരു പ്രശ്നമല്ലെന്നും
ഈ വീട്ടിൽ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നും ഹീറോയിൻ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോഴാണ് ഹീറോ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നത്. അവൻ്റെ അമ്മ നേരത്തെ വിളിച്ചിരുന്നു. സ്റ്റാർട്ടിംഗ് സീനിൽ അവരുടെ വീട് ശുദ്ധീകരിക്കാനായിട്ട് ഒരു സന്യാസി വന്നിരുന്നല്ലോ. അയാൾ രക്തമെല്ലാം വന്ന് ചുമച്ചുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. ആ സന്യാസി മരിച്ചു പോയിരിക്കുകയാണ്. മാത്രമല്ല അവർ കാണുന്ന സെക്യൂരിറ്റി മനുഷ്യനല്ലെന്നും വീടിന് പുറത്തായി ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഹീറോ പറയുന്നു. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എതിർവശത്തെ ആ വയസ്സായ സ്ത്രീ ആയിരിക്കുമെന്നും ഹീറോ കരുതുന്നു. ആ സ്ത്രീക്ക് നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കുമെന്ന് ഹീറോ പറയുന്നു. പക്ഷേ ഹീറോയിന് അങ്ങനെ തോന്നുന്നില്ല. ഇതൊരു മനുഷ്യൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവൾ പറയാണ്. ഇതിൻ്റെ സത്യം കണ്ടെത്താനായി അവർ ഹീറോയിൻ സംസാരിച്ചിരുന്ന അടുത്ത വീട്ടിലെ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. ഹീറോയിൻ മുൻപ് അവർക്ക് കൊടുത്തിരുന്ന സ്നാക്സ് ഇപ്പോഴും ആ ഗേറ്റിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നത് അവൾ കാണുകയാണ്. ഇപ്പോൾ അതെല്ലാം പുഴുക്കൾ നിറഞ്ഞ അവസ്ഥയിലാണ്. ഇത് കണ്ടതോടെ ഇരുവരും ഉടൻ വീട്ടിലേക്ക് തിരികെ ഓടുന്നു. അവിടെ ആ സ്ത്രീ ഹീറോയിനും ഫ്രൂട്ട് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പരിശോധിച്ചപ്പോൾ അതിലും നിറയെ പുഴുക്കളായിരുന്നു. ഇതോടെ ഹീറോയിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു. അവൾ സംസാരിച്ചിരുന്ന ആ അയൽക്കാരി മനുഷ്യനായിരുന്നില്ല. ഹീറോ ഉടൻ സെക്യൂരിറ്റിയെ വിളിക്കുന്നുണ്ട്. അടുത്ത വീട്ടിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. സെക്യൂരിറ്റി പറയുന്ന മറുപടി കേട്ട് ഇരുവരും ഞെട്ടുകയാണ്. വർഷങ്ങളായി ആ വീട്ടിൽ ആരും തന്നെ താമസിക്കുന്നില്ല. ആ വീട്ടിലൊരിക്കൽ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടെന്നും ആളുകൾ അവളുടെ ശരീരം കണ്ടെത്തുമ്പോഴേക്കും അത് വളരെ മോശമായ അവസ്ഥയിലായിരുന്നെന്നും സെക്യൂരിറ്റി പറയുന്നു. ഇതോടെ ഹീറോയിൻ ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും താമസിക്കാൻ കഴിയില്ലെന്ന് പറയാണ്. ഹീറോയിൻ വീട്ടിൽ നിന്നും പോകാൻ ശ്രമിക്കുമ്പോൾ ഹീറോ അവളെ തടയുന്നു. ഹീറോയിൻ അവനെ ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹീറോയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുകയാണ്. അവൻ ക്ഷമ ചോദിച്ച് ഹീറോയിനോട് തനിക്കൊപ്പം നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹീറോയിൻ അവനോട് ഈ വീട് വിട്ട് പോകാമെന്ന് പറയുന്നു. പക്ഷേ ഹീറോയുടെ മനസ്സിൽ ഈ വീട് വെറുമൊരു വീടായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി സ്വന്തമായി കിട്ടിയ ഒരു വീടായിരുന്നു അത്. ഹീറോയിൻ പോയതിന് ശേഷം ഹീറോ വീട്ടിൽ ഒറ്റയ്ക്കാവുകയാണ്. അപ്പോഴാണ് വീടിനുള്ളിൽ 2 പ്രേതരൂപങ്ങൾ നിൽക്കുന്നത് അവൻ കാണുന്നത്. ഹീറോ പേടിയോടെ നിൽക്കുന്നു. പെട്ടെന്ന് അവൻ്റെ തൊട്ടു മുകളിൽ നിന്ന് എന്തോ തൂങ്ങിക്കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ അതൊരു സ്ത്രീയുടെ ഭയപ്പെടുത്തുന്ന രൂപമാണ്. അവൾ ഹീറോയെ നോക്കിക്കൊണ്ട് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ പുറത്തുനിന്ന് ഹീറോയെ വിളിക്കുന്നത്. ഹീറോയിൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഹീറോയെയും കാത്ത് അവൾ പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. ഇത് കേട്ട ഹീറോ പേടിച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുന്നു. അവനുടൻ ഹീറോയിൻ്റെ അടുത്തെത്തുകയാണ്. ഇരുവരും പിന്നെ ആ വീട്ടിൽ നിന്നും കാറിൽ രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ 1 വർഷം കടന്നു പോകുന്നു. ഹീറോയ്ക്കും ഹീറോയിനും ഒരു പെൺകുഞ്ഞും ജനിക്കുന്നു. ഹീറോ വീണ്ടും ആ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയാണ്. ഈ തവണ അവൻ്റെ അമ്മ ഒരു സ്പിരിച്വൽ അഡ്വൈസറിനെ കൊണ്ടുവരുന്നുണ്ട്. അയാൾ വീട്ടിൽ പ്രത്യേക എക്സോർസിസം നടത്തുകയും ഈവിൾ സ്പിരിറ്റിനെ തടയാനായി പല വിശുദ്ധ വസ്തുക്കളും വീടിന് ചുറ്റും കുഴിച്ചിടുകയും ചെയ്യുന്നു. ഹീറോയുടെ അമ്മ പറയുന്നത് ആ വിശുദ്ധ വസ്തുക്കൾ വീടിനെ സംരക്ഷിക്കുമെന്നാണ്. ഇനിയൊരു ദുഷ്ടശക്തിക്കും ഈ വീട്ടിലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. വീടിൻ്റെ ചുറ്റും CCTV ക്യാമറകളും സ്ഥാപിക്കുന്നു. അതേസമയം ഹീറോ കുഞ്ഞിനെ നോക്കാനായിട്ട് ടോയ് എന്നൊരു നാനിയെ ജോലിക്കെടുക്കുന്നു. ഒരു ദിവസം ടോയ് അടുത്ത വീട്ടിലെ ജനലിലൂടെ നോക്കുന്ന ആ ഗോസ്റ്റിനെ കാണുന്നു. ആ ഗോസ്റ്റ് ഒരു സാധാരണ സ്ത്രീയെ പോലെ ഉള്ളതുകൊണ്ട് ടോയ് അതിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഗോസ്റ്റ് അകത്തേക്ക് പോകുന്നു. അവിടെ അടുത്ത് ഒരു പൂച്ചയെയും കാണുന്നുണ്ട്. പൂച്ചയെ പിടിക്കാനായി ടോയ് അതിൻ്റെ പിന്നാലെ പോകുന്നു. മതിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു അദൃശ്യമായ കൈ അവളെ പിടിക്കുന്നു. അവൾക്ക് പ്രേതബാധ ഏൽക്കുകയാണ്. അടുത്തതായിട്ട് ഹീറോയിൻ കുഞ്ഞിനൊപ്പം ടോയ് സന്തോഷത്തോടെ കളിക്കുന്നത് കാണുന്നു. പെട്ടെന്ന് ടോയിയുടെ ശബ്ദം മാറുന്നു. ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ടോയിയുടെ സ്ഥാനത്ത് ആ പ്രേത സ്ത്രീ നിൽക്കുന്നതാണ് കാണുന്നത്. പ്രേതം ഹീറോയിനോട് പുറത്തേക്ക് പോകൂ എന്ന് പറയുന്നു. അടുത്ത നിമിഷം വീണ്ടും അവിടെ സാധാരണ ടോയ് തന്നെ ആവുകയാണ്. അടുത്ത ദിവസം ടോയ് ഹീറോയിനോട് വളരെ പേഴ്സണലായ ചില കാര്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങുകയാണ്. കുഞ്ഞുണ്ടായതുകൊണ്ട് ഹീറോയിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നതെന്ന് ഹീറോയിൻ പറയുന്നു. ടോയ് ഭാവിയിൽ തനിക്കും ഇങ്ങനെ മാറ്റമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നും അവൾ ചോദിക്കുന്നു. ഹീറോയിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാവുകയാണ്. ഹീറോയിനും തമ്മിലുള്ള സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ചും ടോയ് ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഹീറോയിൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ടോയ് അവനോട് പ്രത്യേക രീതിയിലുള്ള അടുപ്പം കാണിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് ഹീറോയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ പോകുന്നു. പക്ഷേ അതേസമയം ഹീറോയിൻ അവനെ വിളിക്കുന്നു.
ഹീറോയിൻ്റെ ശബ്ദം കേട്ടതോടെ ഹീറോ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുന്നു. അന്ന് രാത്രി പെട്ടെന്ന് വീടിന് പുറത്തുനിന്ന് ഒരാളുടെ നിലവിളി കേൾക്കുകയാണ്. ഹീറോയും ഹീറോയിനും ഉടൻ പുറത്തേക്ക് ഓടുന്നു. അവിടെ അവർ കാണുന്നത് ടോയ് മുറ്റത്ത് ബോധരഹിതയായിട്ട് കിടക്കുന്നതാണ്. അവരുടൻ ടോയിയുടെ ഗേൾഫ്രണ്ടായ പ്ലോയിയെ വിളിക്കുന്നു. പ്ലോയി എത്തി ടോയിയെ പരിശോധിക്കുന്നു. അവൾ പറയുന്ന കാര്യം കേട്ട് ഹീറോയും ഹീറോയിനും വീണ്ടും പേടിക്കുകയാണ്. ഈ വീട്ടിൽ വളരെ ശക്തമായ ഒരു ഗോസ്റ്റ് ഉണ്ടെന്നാണ് പ്ലോയി പറയുന്നത്. പ്ലോയ്ക്ക് ഈ ഗോസ്റ്റിനൊക്കെ കാണാൻ കഴിയും. അവൾ ഇതുപോലെയുള്ളൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോയിയുടെ അവസ്ഥ നോക്കിയാൽ ഒരു സ്ത്രീയുടെ ഗോസ്റ്റ് അവളെ പൊസസ് ചെയ്തതുപോലെയാണ് തോന്നുന്നതെന്നും പറയുന്നു. അപ്പോഴേക്കും ടോയിയുടെ ബോധം തിരിച്ചു വരികയാണ്. പക്ഷേ അവൾ പഴയ ടോയല്ല. പെട്ടെന്ന് പ്ലോയിയെ ശക്തമായി മാറ്റി നിർത്തി ഹീറോയിനെ ആക്രമിക്കാനായി ടോയി ചെല്ലുന്നു. ഹീറോ ഉടൻ ടോയിയെ തടയുന്നു. പ്ലോയിയുടൻ ശക്തമായ മന്ത്രങ്ങൾ ചൊല്ലാനായിട്ട് തുടങ്ങുന്നു. മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ടോയിയുടെ ശരീരം വിറയ്ക്കുകയും അവൾ നിലവിളിക്കുകയും ചെയ്യുന്നു. കുറച്ചു സമയത്തെ പോരാട്ടത്തിന് ശേഷം ഒടുവിൽ ആ ഗോസ്റ്റ് ടോയിയുടെ ശരീരം വിട്ടുപോകുന്നു. ഈ സംഭവത്തിന് ശേഷം ഹീറോയിൻ കുഞ്ഞിനെയും കൂട്ടി സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അടുത്തതായി ഹീറോയുടെ ഫ്രണ്ട്സ് അവൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവരെല്ലാവരും വീട്ടിൽ ചെറിയൊരു പാർട്ടി നടത്താൻ തീരുമാനിക്കുകയാണ്. പാർട്ടി നടക്കുന്നതിനിടെ ബാങ്ക് എന്ന ഹീറോയുടെ ഒരു സുഹൃത്ത് പുറത്തേക്ക് പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നില്ല. ഹീറോ അവനെ അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നു. അവസാനം ബാങ്കിനെ പുറത്തു നിൽക്കുന്നതായി കണ്ടെത്തുന്നു. ഹീറോ അവനോട് ഉടൻ അകത്തേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ബാങ്ക് പറയുന്നത് നീ ആദ്യം പോ, ഞാൻ പിന്നാലെ വരാം എന്നാണ്. ഹീറോ തിരികെ വീടിനുള്ളിലേക്ക് വരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നു. അവനിപ്പോൾ പുറത്ത് കണ്ട ബാങ്ക് ഇപ്പോൾ ഇതാ വീടിനുള്ളിലിരിക്കുന്നു. ഹീറോയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതോടെ ഹീറോ എല്ലാവരോടും ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്നു. ഫ്രണ്ട്സ് കുറച്ച് സമയം കൂടി പാർട്ടി തുടരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോ അതിന് സമ്മതിക്കുന്നില്ല. എല്ലാവരെയും അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അടുത്തതായിട്ട് മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഹീറോ ഹീറോയിൻ്റെ അമ്മയുടെ വീട്ടിലെത്തുന്നു. അന്ന് രാത്രി ഹീറോയിൻ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് ഈ വീട് വിൽക്കാം എന്ന്. പക്ഷേ ഹീറോ അതിന് സമ്മതിക്കുന്നില്ല. ഈ വീട് തനിക്ക് വെറും ഒരു ബിൽഡിംഗ് അല്ലെന്ന് അവൻ പറയുന്നു. അവൻ ഹീറോയിനോട് വിവാഹാഭ്യർത്ഥന നടത്തിയ ദിവസം അവൻ ഓർക്കുന്നു. അവളുടെ അമ്മയ്ക്ക് മുന്നിൽ താൻ നൽകിയ വാഗ്ദാനങ്ങളും ഓർക്കുന്നു, ഒരു നല്ല കുടുംബനാഥനായി മാറുമെന്ന്. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ ഓടിപ്പോകാൻ തനിക്ക് കഴിയില്ലെന്നാണ് ഹീറോ പറയുന്നത്. അത് മനുഷ്യനായാലും പ്രേതമായാലും താൻ അതിനെ നേരിടുമെന്ന് ഹീറോ തീരുമാനിക്കുന്നു. ഹീറോയിനൊടുവിൽ ഹീറോയുടെ തീരുമാനം അംഗീകരിക്കുകയാണ്. ഹീറോ എവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ചാലും അവളും അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഹീറോയിൻ പറയുന്നു. ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സെക്യൂരിറ്റി അവനോടൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ വീടിൻ്റെ കീ കാണാതെയായോ, പുതിയ കീ ഉണ്ടാക്കിയോ എന്നെല്ലാം. ഹീറോ നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചതെന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി പറയാണ്, അയാൾ കഴിഞ്ഞ ദിവസം രാത്രി ഹീറോ സ്വന്തം വീട്ടിലേക്ക് മതിൽ ചാടി പോകുന്നത് കണ്ടുവെന്ന്. പക്ഷെ ഹീറോ അങ്ങനെ ചെയ്തിട്ടില്ല. ഹീറോ ഉടൻ ഹീറോയിനെ വിളിക്കുന്നു. വീട്ടിൽ നിന്ന് ഒന്നും മോഷണം പോയിട്ടില്ലെന്ന് അവൻ ഉറപ്പുവരുത്തുന്നു. ഹീറോയിൻ CCTV പരിശോധിക്കുന്നു. പക്ഷെ ക്യാമറയിൽ ആരും വീട്ടിൽ കയറുന്നതായിട്ട് കാണുന്നില്ല. അപ്പോഴാണ് ഹീറോയുടെ പിന്നിലെ വാതിൽ പതുക്കെ തുറക്കുന്നത്. ഹീറോ അവിടെ തന്നെ ഫ്രീസായി നിൽക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം വാതിൽ വീണ്ടും അടയുന്നു. ഹീറോ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. തൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഇരിക്കുന്നതായിട്ട് അവൻ കാണുന്നു. ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിലെ പഴയ ഫാമിലി ഫോട്ടോഗ്രാഫ്സ് ആണ്. ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ പിന്നിൽ മറ്റൊരു ഫോട്ടോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും ഹീറോ കണ്ടെത്തുന്നു. ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഹീറോയുടെ ശരീരം തണുത്തു പോവുകയാണ്. കാരണം ആ പഴയ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അതേ ഗോസ്റ്റ് സ്ത്രീ നിൽക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഫ്രണ്ടിൻ്റെ കോള് വരുന്നത്. ബാങ്ക് 2 ദിവസമായി ജോലിക്ക് വന്നിട്ടില്ലെന്നാണ് സുഹൃത്ത് പറയുന്നത്. ബാങ്കിനെ കണ്ടാൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാനും പറയുകയും ചെയ്യുന്നു. ഹീറോ ഉടൻ ബാങ്കിനെ വിളിക്കുന്നു. ഫോണിൻ്റെ റിംഗ് സൗണ്ട് ഇവിടെ അടുത്തുനിന്ന് തന്നെ കേൾക്കുകയാണ്. വീടിനുള്ളിലല്ല, പുറത്തുനിന്നാണ് കേൾക്കുന്നത്. ഹീറോ ആ ശബ്ദം പിന്തുടർന്ന് പുറത്തേക്ക് പോകുന്നു. മതിലിനപ്പുറത്ത് ആ ഗോസ്റ്റ് വീടിനടുത്ത് ബാങ്ക് ബോധമില്ലാതെ കിടക്കുകയാണ്. വേറെ വഴിയില്ലാതെ ഹീറോ അവിടേക്ക് കടന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ബാങ്കിന് ബോധം വന്നാൽ ഉടൻ തന്നെ എന്നെ അറിയിക്കണമെന്നും പറഞ്ഞ് ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അടുത്ത ദിവസം ബോധം വന്ന ബാങ്ക് ആ രാത്രിയിൽ സംഭവിച്ചതെല്ലാം പറയുന്നു. ഹീറോയുടെ വീട്ടിലെ പാർട്ടിക്ക് വന്നപ്പോൾ മുകളിലെ നിലയിലെ ബാത്റൂം ഉപയോഗിക്കാനായിട്ട് പോയിരുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിലൊരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നത്. അവള് ചുവന്ന ഡ്രസ്സ് ധരിച്ചിരിക്കുകയായിരുന്നു. ബാങ്ക് അവളെ ഒളിഞ്ഞു നോക്കുകയാണ്.
കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ബാങ്കിനെ ശ്രദ്ധിക്കുന്നു. പിന്നെ നേരെ അവനെ നോക്കി തൻ്റെ വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കുന്നു. പക്ഷേ ഹീറോ അന്ന് അവരെ ആരെയും ആ വീട്ടിൽ നിർത്തിയിരുന്നില്ല. പാർട്ടി അവസാനിച്ചു പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബാങ്ക് അടുത്ത ദിവസം രഹസ്യമായി വീണ്ടും ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നു. അവളെ കാത്തിരിക്കാനാണ് അവൻ അവിടേക്ക് വന്നത്. അപ്പോഴാണ് സെക്യൂരിറ്റി അവനെ മതിൽ കയറി അടുത്ത വീട്ടിലേക്ക് പോകുന്നത് കാണുന്നത്. ആ രാത്രി ആ പെൺകുട്ടി ബാങ്കിനെ വീണ്ടും വിളിക്കുന്നു. മതിൽ കയറി എൻ്റെ വീട്ടിലേക്ക് വരൂ എന്നാണ് അവൾ പറയുന്നത്. ബാങ്ക് മതിൽ കടന്ന് അകത്ത് കയറുന്നു. അവിടെ എത്തിയതോടെ അവനും പ്രേതബാധ ഏൽക്കുന്നു. ആ സ്ത്രീ ബാങ്കിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ഹീറോയുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു മന്ത്രത്തകിട് നീക്കം ചെയ്യണം. ബാങ്ക് അത് എടുത്തു മാറ്റുന്നു. അത് തന്നെയാണ് സ്പിരിച്വൽ അഡ്വൈസർ ഗോസ്റ്റിനെ തടയാൻ വീട്ടിലെ കുഴിച്ചിട്ടിരുന്ന വിശുദ്ധ വസ്തു. അത് നീക്കം ചെയ്തതോടെ വീടിനുള്ളിൽ ശക്തമായ കാറ്റ് വീശുന്നു. ഹീറോ ഭയന്ന് ചുറ്റും നോക്കുന്നു. അപ്പോഴാണ് അയൽ വീട്ടിലെ ഗോസ്റ്റ് സ്ത്രീ എന്തോ വേദന അനുഭവിക്കുന്നത് പോലെ പെരുമാറുന്നത് അവൻ കാണുന്നത്. പെട്ടെന്ന് ആ ഗോസ്റ്റ് സ്വന്തം വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുന്നു. അവൾ നേരെ ഹീറോയുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഹീറോയുടെ മുറിയുടെ വാതിൽ പതുക്കെ തുറക്കുന്നു. ഹീറോ ഭയന്ന് അനങ്ങാതെ ഇരിക്കുമ്പോൾ ആ പ്രേതം പതുക്കെ അവൻ്റെ നേരെ വരുന്നു. അതേസമയം ഹീറോയിൻ തുടർച്ചയായി ഹീറോയെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹീറോ ഫോൺ എടുക്കുന്നില്ല. അവസാനം ഹീറോയിൻ CCTV തുറക്കുകയാണ്. അവള് കാണുന്നത് ഹീറോ എന്തോ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ പെരുമാറുന്നതാണ്. അവള് ഭയന്നു പോവാണ്. സെക്യൂരിറ്റി കൃത്യസമയത്ത് അവിടെ എത്തി ഹീറോയെ രക്ഷപ്പെടുത്തുന്നു. പിന്നീട് ഹീറോയെ ഒരു സൈക്കാട്രിസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയാണ്. ഹീറോയെ എങ്ങനെയും രക്ഷിക്കണമെന്നും ഈ വീടിന്റെ യഥാർത്ഥ ചരിത്രം കണ്ടെത്തണമെന്നും ഹീറോയിൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഹീറോയിൻ ന്യൂ എന്നയാളെ ഹീറോയെ കാണാൻ കൊണ്ടുവരുന്നു. ന്യൂ പറയുന്നത് ഒരിക്കൽ താൻ ഈ വീട്ടിൽ തൻ്റെ സഹോദരി നാൻ, അവളുടെ ഭർത്താവ് ന്യൂവും അവരുടെ മകൾ ആലീസ് എന്നിവരോടൊപ്പം താമസിച്ചിരുന്നു എന്നാണ്. പക്ഷേ ഒരു ദിവസം നാനും ന്യൂവും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആലീസ് കാണാതാകുന്നു. പിന്നീട് ന്യൂ ആലീസിനെ അടുത്ത വീട്ടിൽ കണ്ടെത്തുന്നു. ഒരു സ്ത്രീ തന്നെ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയെന്നാണ് ആലീസ് പറയുന്നത്. അന്ന് ആ പ്രേത വീടിനെക്കുറിച്ചും ആ സ്ത്രീയെക്കുറിച്ചും ന്യൂവിനൊന്നും തന്നെ അറിയില്ലായിരുന്നു. ന്യൂ കഥ പറയുന്നതിനിടയിൽ ഹീറോ ഒരു ചെറിയ പെൺകുട്ടി മുറിയുടെ ഒരു മൂലയിൽ ഇരിക്കുന്നത് കാണുകയാണ്. പക്ഷേ അവിടെ മറ്റാരും ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല. ന്യൂ തുടർന്ന് പറയുന്നു, അന്ന് ബാൽക്കണിയിലേക്ക് നോക്കിയപ്പോൾ ചുവന്ന ഡ്രസ്സ് ധരിച്ച ഒരു സ്ത്രീ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. ആലീസിനെ ആ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് അസുഖം വരികയും ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരികയും ചെയ്തു. ആ രാത്രി ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയ ന്യൂ പെട്ടെന്ന് അമിതമായി മദ്യപിക്കാൻ തുടങ്ങുന്നു. അവൻ മാനസികമായി തകർന്നു പോയിരിക്കുന്നത് പോലെയാണ് തോന്നിയത്. പിന്നീട് ന്യൂമിൻ്റെ മുറിയിൽ നിന്നും സ്ട്രെയിഞ്ചായ ശബ്ദങ്ങൾ കേട്ടു. ന്യൂ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. ന്യൂമിനെ ആ ഗോസ്റ്റ് സ്ത്രീ കഴുത്തിൽ കയറി മുറുക്കി തൂക്കിക്കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ന്യൂ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിൽക്കുമ്പോൾ ആ ഗോസ്റ്റ് ന്യൂവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ വീട് വിറ്റില്ലെങ്കിൽ അടുത്തത് ന്യൂവിനും ആലീസിനുമായിരിക്കും ഈ അവസ്ഥ വരാൻ പോകുന്നത് എന്ന്. ഇത് കേട്ട ഹീറോ ഞെട്ടിപ്പോകുന്നു. അപ്പം നിങ്ങൾ തന്നെയാണോ ഈ വീട് എനിക്ക് വരുന്നതെന്ന് ന്യൂവിനോട് ചോദിക്കുന്നു. ന്യൂവിന് കുറ്റബോധം തോന്നുന്നു. ന്യൂ വീണ്ടും ഹീറോയിനോട് ഈ വീട് വിൽക്കാനായിട്ട് പറയാണ്. പക്ഷെ ഹീറോ തയ്യാറല്ല. ഇതെൻ്റെ കുടുംബത്തിൻ്റെ വീടാണ്. ഞാൻ ഈ വീട് വിട്ട് ആ ഗോസ്റ്റിനെ പേടിച്ച് എവിടേക്കും ഓടിപ്പോകില്ല എന്നാണ് ഹീറോ പറയുന്നത്. പകരം ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്ന് അവൻ ന്യൂവിനോട് ആവശ്യപ്പെടുന്നു. അവരെല്ലാവരും ഹീറോയുടെ വീടിന് ഓപ്പോസിറ്റുള്ള ആ വയസ്സായ ലേഡിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവരോട് സഹായം ചോദിക്കുന്നു. ആദ്യം അവൾ തയ്യാറാകുന്നില്ല. പക്ഷെ ഹീറോയുടെ മകൾ സഹായത്തിനായി കരയുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സ് മാറുന്നു. അവൾ സഹായിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അവൾ ഹീറോയെ ഒരു പ്രത്യേക റിച്വലിനായി തയ്യാറാക്കുന്നു. ഒരു കാൻഡിൽ കത്തിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഹീറോയ്ക്ക് ഗോസ്റ്റുകളെ കാണാൻ കഴിയുമെന്നും അതിലൂടെ യഥാർത്ഥ സത്യം കണ്ടെത്താനാകുമെന്നും അവൾ പറയുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കാൻഡിൽ കത്തുന്ന സമയം തീരുന്നതിന് മുമ്പ് എല്ലാം പൂർത്തിയാക്കണം. ഹീറോ ഒടുവിൽ ആ വീട്ടിലെ പഴയ സംഭവങ്ങൾ കാണാൻ തുടങ്ങുന്നു. അപ്പോഴാണ് യഥാർത്ഥ സത്യം പുറത്തു വരുന്നത്. ന്യൂവിൻ്റെ സഹോദരി നാനിൻ്റെ ഭർത്താവായ ന്യൂമിന് അവരുടെ അയൽവാസിയായ നോക്ക് എന്ന സ്ത്രീയുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു. നോക്കിന് ന്യൂമിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ന്യൂമിൻ്റെ ഭാര്യയായ ഞാൻ അവരുടെ ബന്ധത്തെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നു. ഞാൻ ന്യൂമിനോട്
നോക്കിനെ ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ നോക്കിനെ കാണാൻ പോയി ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല, നീ ഇവിടെ നിന്ന് മാറണം, വേണമെങ്കിൽ ഈ വീട് വിൽക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. പക്ഷേ ഇത് കേട്ടതോടെ ന്യൂക്കിന് വലിയ ദേഷ്യം വരുന്നു. ഇതെല്ലാം നിന്റെ ഭാര്യ പറഞ്ഞതുകൊണ്ടാണോ, അവൾ പറഞ്ഞതുകൊണ്ടാണോ നീ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് എന്ന് ന്യൂക്ക് ചോദിക്കുന്നു. ന്യൂം അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം അവനൊരു സത്യം തുറന്നു പറയുന്നു. നീ എൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭാര്യയ്ക്ക് പുറത്ത് എന്നോടൊപ്പം ബന്ധമുള്ള ഒരാൾ മാത്രമാണ് നീ. ഈ വാക്കുകൾ ന്യൂക്കിനെ വല്ലാതെ തകർക്കുന്നു. അവൾ ന്യൂമിനോട് പറയുന്നത് ഞാൻ തന്നെയാണ് തനിക്കും ന്യൂമിനും ഇടയിൽ വന്നതെന്ന്. ന്യൂമിൻ്റെ ജീവിതവും ഈ വീടും തനിക്കായിരുന്നു ലഭിക്കേണ്ടതെന്ന് ന്യൂക്ക് വിശ്വസിക്കുന്നു. പക്ഷേ അപ്പോഴാണ് ന്യൂക്ക് മറ്റൊരു വലിയ സത്യം വെളിപ്പെടുത്തുന്നത്. അവളും ഗർഭിണിയാണ്. ഇത് കേട്ടതോടെ ന്യൂമിൻ്റെ പെരുമാറ്റം വീണ്ടും മാറുന്നു. അവൻ ന്യൂക്കിനോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങുന്നു. ന്യൂക്ക് കരുതുന്നത് ഇനി ന്യൂം തന്നെ ഉപേക്ഷിക്കില്ല എന്നാണ്. പക്ഷേ അവൾ അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ന്യൂം അവളുടെ പാനീയത്തിൽ രഹസ്യമായി എന്തോ കലർത്തുകയായിരുന്നു. അതെന്താണെന്ന് ന്യൂക്കിനെ അറിയില്ല. അവൾ അത് കുടിക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം നോക്ക് സന്തോഷത്തോടെ ന്യൂമിനോട് ചോദിക്കുന്നു, ഇനി നീ ഞാൻ ഉപേക്ഷിച്ച് എന്നോടൊപ്പം വരുമോ? ന്യൂം അവൾക്ക് സമ്മതം നൽകുന്നു. അത് കേട്ട് നോക്ക് വളരെ സന്തോഷിക്കുന്നു. അവൾക്ക് ആ വീട് പോലും ഇനി പ്രധാനമല്ല. എനിക്ക് വേണ്ടത് ഈ വീടല്ല, നിന്നോടൊപ്പമുള്ള ജീവിതമാണെന്ന് അവൾ പറയുന്നു. പക്ഷെ അധികം വൈകാതെ ആ പാനീയത്തിൻ്റെ ഫലം നോക്കിൻ്റെ ശരീരത്തിൽ പ്രകടമാകാൻ തുടങ്ങുകയാണ്. അവൾക്ക് ശക്തമായ വയറുവേദന അനുഭവപ്പെടുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത്. നോക്കിൻ്റെ അവസ്ഥ കണ്ടിട്ടും ഞാൻ അവളോട് യാതൊരു സഹതാപവും തോന്നുന്നില്ല. മറിച്ച് ന്യൂമിനോട് അവളെ പൂർണ്ണമായി അവസാനിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ന്യൂം ഈ അവസ്ഥയിൽ തകർന്നു പോകുന്നു. കാരണം ന്യൂക്കിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് തൻ്റെ സ്വന്തം കുഞ്ഞാണെന്ന് അവനറിയാം. അവൻ ഞാനോട് അത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുമ്പോഴും ഞാൻ അവനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ന്യൂക്കും ന്യൂമിനോട് സഹായത്തിനായി കരഞ്ഞപേക്ഷിക്കുന്നു. പക്ഷേ ന്യൂം ഒടുവിൽ ഞാൻ എൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു. അങ്ങനെ നോക്കിന് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു. ഇതാണ് നോക്കിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നത്. തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയിൽ നോക്ക് പൂർണ്ണമായി തകർന്നു പോകുന്നു. അതിനുശേഷം ഞാൻ അവളോട് യാതൊരു ദയയും കാണിക്കുന്നില്ല. നോക്കിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവൾ ന്യൂമിനോട് ആവശ്യപ്പെടുന്നു. വളരെ ദുർബലയായ അവസ്ഥയിൽ നോക്ക് എഴുന്നേറ്റ് പോകാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴാണ് അവൾ തൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ കാണുന്നത്. ആ കാഴ്ച നോക്കിൻ്റെ മനസ്സിനെ പൂർണ്ണമായി തകർക്കുന്നു. അവളുടെ ഉള്ളിൽ സങ്കടവും വേദനയും മാത്രമല്ല, ഞാനിനോടും ന്യൂമിനോടുമുള്ള കടുത്ത വെറുപ്പും പ്രതികാരാഗ്രഹവും വളരുന്നു. അതിനുശേഷം ഞാൻ നോക്കിനെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ന്യൂമിനോട് ആവശ്യപ്പെടുന്നു. നോക്ക് വളരെ മോശമായ അവസ്ഥയിൽ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അവൾ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ തകർന്നു പോകുന്നു. ഞാൻ വീണ്ടും അവളോട് ക്രൂരമായി പെരുമാറുന്നു. നോക്കിൻ്റെ മനസ്സിലിപ്പോൾ ഒരേയൊരു കാര്യമേ ഉള്ളൂ, പ്രതികാരം. ഇവിടെ നിന്നും പോയ നോക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ തൂങ്ങി മരിക്കുന്നു. അന്ന് രാത്രിയാണ് നോക്കിൻ്റെ ആത്മാവ് തിരിച്ചെത്തുന്നത്. ആദ്യം ന്യൂമിനോടും പിന്നീട് ഞാനിനോടും അവൾ പ്രതികാരം ചെയ്യുന്നു. പക്ഷേ അന്ന് ഈ വയസ്സായ ലേഡി തന്നെയാണ് കൃത്യസമയത്ത് വന്ന് ന്യൂവിനെ രക്ഷിക്കുന്നത്. ഹീറോ എല്ലാം കണ്ടു കഴിഞ്ഞു. ന്യൂമും ഞാനും നോക്കിനോട് ചെയ്ത ക്രൂരത അവൻ നേരിട്ട് കാണുന്നു. ഹീറോയ്ക്ക് അവളോട് ദേഷ്യത്തേക്കാൾ കൂടുതൽ സഹതാപമാണ് തോന്നുന്നത്. അവളെ എങ്ങനെയെങ്കിലും സമാധാനത്തോടെ വിടാൻ കഴിയില്ല എന്ന് ഹീറോ വയസ്സായ ലേഡിയോട് ചോദിക്കുന്നു. അവർ പറയുന്നത് നോക്കിൻ്റെ ആത്മാവിനെ മോചിപ്പിക്കാൻ അവളുടെ വീടിനുള്ളിൽ തന്നെ റിച്വൽ നടത്തേണ്ടി വരുമെന്നാണ്. പക്ഷേ നോക്കിൻ്റെ പക വളരെ ശക്തമാണ്. തനിച്ച് അവളെ നേരിടാൻ കഴിയില്ലെന്ന് ആ ലേഡി പറയുന്നു. അപ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്, പ്ലോയിയെ വിളിക്കാം. അങ്ങനെ പ്ലോയിയും അവരോടൊപ്പം ചേരുന്നു. പക്ഷേ റിച്വൽ തുടങ്ങുന്നതിന് മുമ്പ് ആ സ്ത്രീ എല്ലാവർക്കും ഒരു ഫൈനൽ വാണിംഗ് നൽകുന്നു. നമുക്ക് നോക്കിനെ തോൽപ്പിക്കാൻ കഴിയണമെന്നില്ല, നമ്മളിൽ ആരും ജീവനോടെ പുറത്തു വരാതെയും ഇരിക്കാം എന്നവർ പറയുന്നു. എന്നിട്ടും പ്ലോയി പിന്മാറുന്നില്ല. അവൾ ഈ അപകടം ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവർ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു. ഈ റിച്വൽ പരാജയപ്പെട്ട എല്ലാവർക്കും അപകടമാണ്, ആലീസിനും പിന്നെ ഹീറോയുടെ മകൾക്ക് പോലും. ഹീറോയിനെയും മകളെയും അവരുടെ വീട്ടിൽ ഒരു പ്രൊട്ടക്ഷൻ സർക്കിളൊക്കെ വരച്ച് അതിനുള്ളിൽ ഇരുത്തി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറഞ്ഞ് അവരെല്ലാവരും നോക്കിൻ്റെ വീട്ടിലേക്ക് കയറുന്നു. എല്ലാവരോടും കൈകൾ മുറുകെ പിടിക്കാൻ പറയുന്നു. എന്ത് സംഭവിച്ചാലും കൈ വിടരുത്. അതുപോലെ അവൾ പറയുന്നതുവരെ ആരും കണ്ണു തുറക്കരുതെന്നും ആ സ്ത്രീ പറയുന്നു. അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകുന്നു.
ഇതേ സമയം ഹീറോയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോയുടെ മകൾക്ക് ഹീറോ അവളെ വിളിക്കുന്ന പോലുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. ഹീറോയും മറ്റുള്ളവരും ഇതേ സമയം നോക്ക് ആത്മഹത്യ ചെയ്തിരുന്ന മുറിയിലെത്തുന്നു. പക്ഷേ അവിടെ ഗോസ്റ്റ് ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നു. ആ വയസ്സായ സ്ത്രീയുടെ ശബ്ദം അനുകരിച്ച് എല്ലാവരോടും കണ്ണു തുറക്കാൻ പറയുന്നു. ന്യൂവിനെ ഗോസ്റ്റ് വലിച്ചുകൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു. ഹീറോ ഉടൻ ന്യൂവിനെ പിടിച്ചു നിർത്തുന്നു. ആ ലേഡി വിശുദ്ധജലം ഉപയോഗിച്ച് ഗോസ്റ്റിനെ പിന്നോട്ട് തള്ളുന്നു. അതേസമയം ഗോസ്റ്റ് ഹീറോയുടെ മകളെ വഞ്ചിച്ച് പ്രൊട്ടക്ഷൻ സർക്കിളിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇതേ സമയം തന്നെ ആ വയസ്സായ സ്ത്രീ പുതിയൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അവൾ സെക്യൂരിറ്റിയുടെ സ്പിരിറ്റിനെ വിളിച്ച് ആദ്യം ആ മുറിയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. ശേഷം ഒരു വിശുദ്ധ വസ്തു നിലത്ത് സ്ഥാപിക്കുന്നു. എല്ലാവരും മുറിക്കുള്ളിൽ പ്രവേശിക്കുന്നു. അവർ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് റിച്വൽ ആരംഭിക്കുന്നു. അതേസമയം മകൾ വീണ്ടും ഹീറോയുടെ ശബ്ദം കേൾക്കുന്നു. അവൾ ആ ശബ്ദം പിന്തുടരുകയാണ്. പക്ഷേ മുന്നിൽ ഗോസ്റ്റിനെ കണ്ടതോടെ മകള് ഭയന്നു വീഴുന്നു. നോക്കിന്റെ വീട്ടിലെ റിച്വൽ തുടരുന്നു. പക്ഷേ പെട്ടെന്ന് വിശുദ്ധ വസ്തുക്കൾ തീപിടിക്കുന്നു. സെക്യൂരിറ്റിയുടെ സ്പിരിറ്റിനും എന്തോ സംഭവിക്കുന്നു. അവരുടൻ മനസ്സിലാക്കുന്നു റിച്വൽ പരാജയപ്പെട്ടു. രണ്ട് സ്പിരിറ്റും തമ്മിൽ ശക്തമായ കർമ്മ കണക്ഷൻ ഉണ്ടെന്ന് അവിടെ വെച്ച വയസ്സായ സ്ത്രീ തിരിച്ചറിയാണ്. അടുത്ത നിമിഷം സെക്യൂരിറ്റിയുടെ സ്പിരിറ്റ് ഇല്ലാതെയാകുന്നു. ഇതേ സമയം ന്യൂക്കിന്റെ ഗോസ്റ്റ് ആ സ്ത്രീയെ ആക്രമിക്കുന്നു. ന്യൂക്ക് എല്ലാവരോടും ഒരു കാര്യം പറയുന്നു: ഈ വീട്ടിലുള്ള എല്ലാവരും മരിക്കും. എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ പ്ലോയി വീണ്ടും മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങുന്നു. കുറച്ച് സമയത്തേക്ക് എല്ലാം നിശബ്ദമാകുന്നു. പിന്നീട് നോക്കിന്റെ ഗോസ്റ്റ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പ്ലോയിയുടൻ പറയുന്നു, ഇതാണ് നമ്മുടെ ചാൻസ്. അങ്ങനെ അവർ റിച്വൽ വീണ്ടും പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. അവരെ വിശുദ്ധ നൂലുകളും സംരക്ഷണ വസ്തുക്കളും ഉപയോഗിച്ച് നോക്കിന്റെ ഗോസ്റ്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഗോസ്റ്റ് വീണ്ടും ഹീറോയുടെ ശബ്ദം അനുകരിച്ച് എല്ലാവരെയും പുറത്തേക്ക് വിളിക്കുന്നു. വീട്ടിലുള്ള ഹീറോയിൻ പ്രൊട്ടക്ഷൻ സർക്കിളിന് പുറത്തേക്ക് പോയ മകളെ വീണ്ടും അതിനുള്ളിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും നോക്കിന്റെ സ്പിരിറ്റ് ന്യൂവിനെ പൊസസ് ചെയ്യുന്നു. ന്യൂ പെട്ടെന്ന് പ്ലോയെ മാറ്റി നിർത്തി ഹീറോയെ ആക്രമിക്കാനായിട്ട് വരുന്നു. ഹീറോ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ന്യൂ വീണ്ടും അവന്റെ നേരെ വരുമ്പോൾ പ്ലോയി മുന്നിൽ കയറി മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങുന്നു. പക്ഷെ ന്യൂക്കിന്റെ ഗോസ്റ്റ് വളരെ ശക്തിയുള്ളതായിരുന്നു. അത് പ്ലോയെ ശക്തമായി തള്ളി മാറ്റുന്നു. എന്നിട്ട് ഗോസ്റ്റ് ഹീറോയെ ആക്രമിക്കാതെ പ്ലോയുടെ നേരെ തിരിയാണ്. പ്ലോയ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഹീറോ ഉടൻ ഒരു വിശുദ്ധ വസ്തു എടുത്ത് നോക്കിന്റെ ഗോസ്റ്റിനെ തടയുന്നു. നോക്ക് കോപത്തോടെ ഹീറോയെ നോക്കി എന്തിന് എന്നൊരർത്ഥത്തിൽ പ്രതികരിക്കുകയാണ്. ഹീറോ അവിടെ നിന്നും ഓടിപ്പോവാണ്. ഹീറോ നേരെ ഫ്രണ്ട് ഡോറിലേക്ക് ഓടുന്നു. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവന്റെ ശ്രമം. പക്ഷേ വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ അവനെ പിന്നിലേക്ക് വലിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ നോക്കിന്റെ ഗോസ്റ്റ് അവനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ ഗോസ്റ്റിന്റെ ബോഡി പൊട്ടിത്തെറിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ആ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഹീറോ വീണ്ടും അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഹീറോയിനും മകളും കൂടി അവിടേക്ക് വരുന്നു. മകൾ അച്ഛനെ കാണാൻ സന്തോഷത്തോടെ മുകളിലേക്ക് ഓടുന്നു. ഹീറോയിൻ അവളുടെ പിന്നാലെ പോകുന്നു. പക്ഷേ മുകളിലെത്തിയ ഹീറോയിൻ കാണുന്ന കാഴ്ച അവളെ ഞെട്ടിച്ചു കളയുന്നു. ഹീറോ സ്വന്തം മകളെ തന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മകളുടൻ മറ്റൊരു റൂമിലേക്ക് ഓടി വാതിലടയ്ക്കുന്നു. ഹീറോ ഹീറോയിനോട് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറയുകയാണ്. പക്ഷെ ഹീറോയിൻ പിന്മാറുന്നില്ല. അവൾ സ്വയം മറ്റൊരു മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. ഇവിടെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നോക്കിന്റെ ഗോസ്റ്റിന്റെ അവശിഷ്ടങ്ങൾ പതുക്കെ ഒന്നിച്ചു ചേരാൻ തുടങ്ങുന്നു. കുറച്ച് സമയത്തിന് ശേഷം വാതിൽ തുറക്കുന്നു. അവിടെ കാണുന്ന രൂപം മനുഷ്യനാണെന്ന് പറയാൻ പോലും കഴിയാത്തത്ര ഭയപ്പെടുത്തുന്നതാണ്. നോക്കിന്റെയും ഹീറോയുടെയും ശരീരങ്ങൾ ഒന്നായി ചേർന്നിരിക്കുന്ന ഒരു ഭയാനക രൂപം. ഇപ്പോഴാണ് മറ്റൊരു വലിയ ട്വിസ്റ്റ് പുറത്തു വരുന്നത്. ഹീറോയിനെ കാണുന്നതിന് മുമ്പ് ഹീറോയും നോക്കും പ്രണയത്തിലായിരുന്നു. അവർ രണ്ടാളും ഒരേ ഓഫീസിൽ ജോലി ചെയ്തിരുന്നവരാണ്. ഒരിക്കൽ ആ വീട് നോക്കിനായി വാങ്ങിക്കൊടുക്കാമെന്ന് ഹീറോ വാഗ്ദാനം ചെയ്തിരുന്നു. എന്ത് സംഭവിച്ചാലും തങ്ങൾ ഒരുമിച്ച് തുടരുമെന്ന് ഇരുവരും അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അവരുടെ ബന്ധത്തിൽ വലിയൊരു പ്രശ്നം സംഭവിച്ചു. നോക്കിന് സർപ്രൈസായി മാരേജ് പ്രപ്പോസൽ നൽകാനായി ഹീറോ പദ്ധതിയിടുകയായിരുന്നു. പക്ഷേ അപ്പോഴാണ് അവൻ നോക്ക് മറ്റൊരാളുമായി ബന്ധത്തിലാണെന്ന് കണ്ടെത്തുന്നത്. ആ ബന്ധം നോക്കിന് ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ കാരണമായതായും ഹീറോ മനസ്സിലാക്കുന്നു. കോപവും വേദനയും കൊണ്ട് ഹീറോ നോക്കിനെ എല്ലാവരുടെയും മുൻപിൽ അപമാനിക്കുന്ന തരത്തിൽ ആ ബന്ധത്തിന്റെ വീഡിയോ ഓഫീസിലെ ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു. അവരുടെ ബന്ധം പൂർണ്ണമായും തകർന്നു പോകുന്നു. ഇപ്പോഴത്തെ സമയത്ത് പൊസസ്ഡായ ഹീറോ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഹീറോയിൻ കയ്യിൽ കിട്ടിയ ഒരു പെൻസിൽ ഉപയോഗിച്ച് അവനെ തടയുന്നു. പിന്നീട് അവൾ മകളെയും കൂട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹീറോ
ഹീറോയിനെ പിടിച്ചു നിർത്തുന്നു. ഹീറോയിൻ എങ്ങനെയോ അവനിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും മുറിക്കുള്ളിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. ഹീറോ ഒടുവിൽ വാതിൽ തകർത്തുകൊണ്ട് അകത്തേക്ക് കയറുന്നു. അവൻ ഹീറോയിനെയും മകളെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഹീറോയിൻ അവനെ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞങ്ങൾ നിന്റെ ഭാര്യയും മകളുമാണ്. പക്ഷേ ഹീറോയുടെ ശരീരത്തിലുള്ള നോക്ക് സംസാരിക്കുന്നു. അവൾ പറയുന്നത് അവർ നിന്റെ യഥാർത്ഥ കുടുംബമല്ല എന്നാണ്. ഹീറോയിനെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുന്നു. മകള് പേടിച്ച് ബാൽക്കണിയിലേക്ക് ഓടുന്നു. ഹീറോയിനെയും ബാൽക്കണിയിലേക്ക് തള്ളുന്നു. മകളെ അപകടത്തിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹീറോയിൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഒരു അത്ഭുതകരമായ കാര്യം സംഭവിക്കുന്നത്. മകളുടെ ബാല്യകാല ഓർമ്മകൾ ഹീറോയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരുന്നു. തൻ്റെ മകളോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും അവൻ്റെ മനസ്സിൽ തെളിയുന്നു. അത് ഹീറോയുടെ ബോധത്തെ തിരികെ കൊണ്ടുവരുന്നു. അവൻ ഹീറോയിനെയും മകളെയും ചേർത്ത് പിടിക്കുന്നു. കണ്ണീരോടെ ഹീറോയിനോട് അവരുടെ കുഞ്ഞിനെ മുറുക്കെ പിടിക്കാൻ പറയുന്നു. അവൻ്റെ മനസ്സിലിപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇവരാണ് തൻ്റെ യഥാർത്ഥ കുടുംബം. അവരെ രക്ഷിക്കാനായി ഹീറോയിനെയും മകളെയും ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. താഴെ വെള്ളത്തിൽ വീണ് അവർ രക്ഷപ്പെടുകയാണ്. നോക്കിന്റെ ഗോസ്റ്റ് അവനടുത്തേക്ക് എത്തുന്നു. ഹീറോ നോക്കിനെ മുറുകെ കെട്ടിപ്പിടിക്കുന്നു. അവൻ നോക്കിനോട് താൻ കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം തൻ്റെ ഭാര്യയെയും മകളെയും നോക്കുന്നു. മകള് കരയുകയാണ്. ഹീറോയ്ക്ക് ഒടുവിൽ എല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നു. നിങ്ങളാണ് എൻ്റെ യഥാർത്ഥ കുടുംബം. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നവൻ പറയുന്നു. നോക്ക് പതുക്കെ ഹീറോയെ വീണ്ടും വിളിക്കുന്നു. എൻ്റെ കൂടെ വാ, നമുക്ക് വീണ്ടും ഒരുമിച്ച് ജീവിക്കാം എന്ന രീതിയിൽ അവൾ അവനെ തൻ്റെ കൂടെ തുടരാൻ പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ ഹീറോ തന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഹീറോയിൻ മകളെയും കൂട്ടി ആ വീട്ടിൽ നിന്ന് അകന്നു പോകുന്നത് അവൻ കാണുന്നു. തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ഒരേയൊരു വഴി താൻ ഇവിടെ തന്നെ തുടരുക എന്നതാണ്. അതിനാൽ ഹീറോ നോക്കിൻ്റെ കൂടെ ആ വീട്ടിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. ഇവിടെ കഥ വീണ്ടും തുടക്കത്തിലെ ഗോസ്റ്റ് റേഡിയോയിലേക്ക് തിരിച്ചെത്തുന്നു. ആ ഭയാനകമായ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്റ്റീരിയസ് സ്കോളർ മറ്റാരുമല്ല, അത് ന്യൂ തന്നെയായിരുന്നു. അവനാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവങ്ങളെല്ലാം പറയുന്നത്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഹീറോ ഇപ്പോഴും ആ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഓരോ തവണയും അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും നോക്കിൻ്റെ ഗോസ്റ്റ് അവനെ തടയുന്നു. ഇതേസമയം പ്ലോയി ആ ഭയാനകമായ രാത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹീറോയിന് ഇപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്. എങ്ങനെയെങ്കിലും ഹീറോയെ ആ വീടിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെ ഹീറോ ഇപ്പോഴും ആ വീടിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.